Breastfeeding for sustainable start in life. Strengthen what works. August 1 മുതൽ ഓഗസ്റ്റ് 7 വരെ it is celebrated as a World Breastfeeding Week, supported by WHO and UNICEF. ഇത് എന്തിനാണ് അങ്ങനെ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ to create awareness among breastfeeding mothers and to support exclusive breastfeeding up to 6 months of age and also 2 years വരെ കുഞ്ഞു പിള്ളേർക്ക് മുലപ്പാൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉള്ള സപ്പോർട്ടിന് കൂടിയാണ് നമ്മൾ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആയിട്ട് ആ ഒരാഴ്ച സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ പൊസിഷനിലാണ് നമ്മൾ നോർമലി ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്യാനുള്ളത്? അതിപ്പോ സിസേറിയൻ കഴിഞ്ഞ അമ്മയായാലും നോർമൽ ഡെലിവറി കഴിഞ്ഞ അമ്മയായാലും കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് ഏത് പൊസിഷനിലാണ് ഫീഡ് ചെയ്യാനുള്ളത്? നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് കുറേയേറെ പൊസിഷൻസ് ഉണ്ട്. ബട്ട് ചോദിച്ചതുപോലെ നോർമൽ ലേബറിനും സി സെക്ഷൻ കഴിഞ്ഞൊരു അമ്മയ്ക്കും ഫീഡ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള 3 പൊസിഷൻസ് നോക്കാം. സി സെക്ഷൻ കഴിഞ്ഞൊരു അമ്മയാണെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നത് സൈഡ് ലൈയിങ് ആയിരിക്കും. സി സെക്ഷന്റെ പെയിനും അതുപോലെ സ്റ്റിച്ചസും ഒരു അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, ഫസ്റ്റ് 1 ഡേ മാത്രം സൈഡ് ലൈൻ കുഞ്ഞിനെ അമ്മ സപ്പോസ് അമ്മ കിടക്കുകയാണെങ്കിൽ കുഞ്ഞിനെ സൈഡിലേക്ക് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് കൈ എപ്പോഴും കുഞ്ഞിന്റെ തലയിലായിരിക്കണം, തലയും സ്പൈനും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഫീഡ് ചെയ്യേണ്ടത്. ഇനി നോർമൽ ലേബറിന്റെ സമയത്ത് നോർമലി നമ്മൾ പറയുന്ന പൊസിഷന്റെ പേരാണ് ക്രാഡിൽ. സോ കുഞ്ഞിനെ ഇങ്ങനെ തന്നെ ബ്രസ്റ്റിനെ ഫ്രണ്ടിലായിട്ട് വെക്കുക. ഈ കൈ നമ്മുടെ ഡോമിനന്റ് ഹാൻഡ് കൊണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് അടുത്ത കൈ ഇങ്ങോട്ട് വെക്കുക. ഇതിനെയാണ് നമ്മൾ ക്രാഡിൽ ഹോൾഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു പൊസിഷനാണ് മോസ്റ്റ്ലി എല്ലാ അമ്മമാർക്കും കംഫർട്ടബിൾ ആയിട്ട് കണ്ടുവരുന്ന ഒരു പൊസിഷനാണ് ക്രോസ് ക്രാഡിൽ. ക്രോസ് ക്രാഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ക്രോസ് ചെയ്യുക, അതേ കൈ തന്നെ യൂസ് ചെയ്യാണ്ട് ഒരു കൈ കുഞ്ഞിന്റെ ഹെഡിലും സ്പൈനിലും സപ്പോർട്ട് ചെയ്യുക, ഒരു കൈ നമ്മുടെ ബ്രസ്റ്റിൽ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ക്രോസ് ക്രാഡിൽ. പിന്നെ വേറെ പല പൊസിഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഫുട്ബോൾ ഹോൾഡ്. ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പില്ലോ സപ്പോർട്ട് വെച്ചിട്ട് അമ്മയുടെ ബ്രസ്റ്റിന്റെ ഫ്രണ്ടിലേക്കായിട്ട് തല വരും ആൻഡ് കുഞ്ഞിന്റെ സ്പൈനും ഹെഡും അമ്മയുടെ കൈ കൊണ്ടും പില്ലോയുടെ സപ്പോർട്ട് കൊണ്ടും സ്ട്രെയിറ്റ് ആയിരിക്കും. സോ ഇത്രയും പൊസിഷൻസ് ആണ് നോർമൽ ആയിട്ട് അമ്മമാർക്ക് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിട്ട് പറയുന്നത്.